എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ബീഫ് അല്ലേ? എല്ലാവരും പറയുന്നില്ല, ഒരു 90% ആളുകൾക്കും ബീഫ് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഒരു ബീഫ് ഉലർത്തിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഞാൻ ഏകദേശം ഒരു 1 kg ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് മാറ്റി എടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ കഴുകി വാരിയ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വിസിലടുപ്പിക്കാം. ഒരു 5-6 വിസിൽ അടുപ്പിക്കണം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം തന്നെ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കിന് കടുകിട്ട് പൊട്ടിക്കണം. എന്നിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് ഒരു പിടി കുഞ്ഞുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. അതായത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കിന് 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് മസാല ഇട്ടിട്ട് അധിക നേരം ഒന്നും ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ബീഫ് മസാല ഓൾറെഡി വറുത്തതാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് നേരം ഇട്ട് ഇളക്കാത്തത്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ബീഫ് വേവിക്കുമ്പം ഓൾറെഡി അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ വെള്ളം കൂടി ഉൾപ്പെടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി അതിനകത്തേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഈ ഒരു വെള്ളം പറ്റുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതുവരെ നമ്മളൊരു 2 തവണയെങ്കിലും അടച്ചു വെച്ചിട്ട് വീണ്ടും തുറന്ന് ഇളക്കി അങ്ങനെ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇനി ഇത് ആവശ്യത്തിന്, അതായത് വേണമെങ്കിൽ ഇത് ഈ ഒരു കുറുകിയ പാകത്തിൽ നമുക്ക് എടുക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ നന്നായിട്ട് ഇതിനകത്തിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം നമ്മൾ പറ്റിച്ചെടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറ്റിച്ചിങ്ങി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ട് കിട്ടും. കുറച്ച് ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും ഈ ഒരു ഐറ്റം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി, അതായത് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണേലും എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പിയായിട്ട് വേഗം വരാം.